Good morning all of you. Welcome to online class. We are discussing in today's class a new module about research design. നമ്മൾ ഇതുവരെ ബിസിനസ് റിസർച്ച് മെത്തേഡിൽ 1-2 മൊഡ്യൂളുകൾ കവർ ചെയ്തു. തേർഡ് മൊഡ്യൂളായിട്ടുള്ള റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ്റെ എന്താണ് റിസർച്ച് ഡിസൈൻ, അതിൻ്റെ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ നെസസിറ്റി എന്താണ്, ഒരു ബിസിനസ് റിസർച്ചിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ദെൻ കമ്പോണൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ, അതുപോലെ തന്നെ ഓരോ ടൈപ്പിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് റിസർച്ചിൻ്റെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ പല ടൈപ്പിലുള്ള റിസർച്ചുകൾ പഠിച്ചു. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്, ഒരുപാട് റിസർച്ച് ടൈപ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പിലുള്ള റിസർച്ച് ചെയ്യുമ്പോഴും എങ്ങനെയാണ് റിസർച്ചിൻ്റെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ മോഡൽസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. വാട്ട് യു മീൻ ബൈ റിസർച്ച് ഡിസൈൻ? ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പ്ലാൻ ചെയ്തതാണ്, മുൻകൂട്ടി മനസ്സിലാകാനായിട്ട്, മുൻകൂട്ടി അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരിക്കും എപ്പോഴും ഡിസൈനിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് റിസർച്ചിൽ ചെയ്യുമ്പോൾ റിസർച്ച് ഡിസൈനായി മാറി. സോ ദ സക്സസ് ഓഫ് എനി ബിസിനസ് റിസർച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എ സൗണ്ട് റിസർച്ച് design. So, research design is a guide in collecting and analysis of data. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് റിസർച്ചിൻ്റെയും സക്സസ് എന്ന് പറയുമ്പോൾ ആ ഡിസൈൻ ചെയ്തിട്ടുള്ള റിസർച്ച് ഡിസൈനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസർച്ച് ഡിസൈൻ ബിസിനസ് റിസർച്ചിനെ ഗൈഡിങ് ചെയ്യുകയാണ്, ഒരു ഫ്രെയിം വർക്കാണ്, ഒരു പ്ലാനിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ നമുക്ക് ബിസിനസ് റിസർച്ചിലേക്ക് പോകുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇത്രയും ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ഒരു ബിസിനസ് റിസർച്ച്? റിസർച്ച് ബിസിനസ് ഏരിയയിൽ ചെയ്യുന്നതാണ് ബിസിനസ് റിസർച്ച്. എന്താണ് ആ റിസർച്ച് ബിസിനസ് ഏരിയയിൽ ചെയ്യുന്നത്? ബിസിനസ്സിലുള്ള ഒരു എപ്പോഴും റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ഫേമിന്, ഒരു ബിസിനസ് ഫേമിന് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അതിൻ്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ റിസൾട്ടിൻ്റെ ബേസിലാണ് ബിസിനസ് മാനേജ്മെൻറ്റ് ആ ഫേമിൻ്റെ ഉള്ള പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ പറയുന്നതും ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുന്നതും. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്, ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്, ഒരു നീഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഫേം എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ആയിട്ട് അതിന് ഓരോ ടൈപ്പുള്ള പ്രോബ്ലംസുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേം ആകട്ടെ, ഒരു ന്യൂ എൻട്രി ഫേം ആകട്ടെ, അവർക്കെല്ലാം അത്യാവശ്യമായിട്ട് എപ്പോഴും ത്രൂ ഔട്ട് ദ ഇയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സുകൾ ആ ഫേമിനുള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിച്ചു. അതായത് ഫേമിനെ ഓൾ ഓവർ ആ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ പ്രോഫിറ്റ് ഉണ്ടാകാനായിട്ട്, പ്രസൻറ്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട്, മാർക്കറ്റ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടാകാനായിട്ട്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫേമിന് സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഡൈനാമിക് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ ബിസിനസ് ഫേമിന് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്ത് ചെയ്യണം? ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഇൻറ്റേർണലി എക്സ്റ്റേർണലി എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകളെ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ ബേസിലാണ് ഫേമിലെ എപ്പോഴും ബിസിനസ് മാനേജ്മെൻറ്റ് ഡിസിഷൻസുകൾ എടുക്കുന്നത്, പ്ലാനിങ് ചെയ്യുന്നത്, അതിൻ്റെ പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും പോളിസീസുകൾ
സ്റ്റെപ്പുകളിൽ ഫ്ലോപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഒരു ആക്ടിവിറ്റിയാണ് ബിസിനസ് റിസർച്ച്. ആ ഒരു ബിസിനസ് റിസർച്ചിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ച് ഡിസൈൻ ഈസ് എ ഗൈഡ്, ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഓഫ് ദി data. So a business researcher should think about what is to be studied and in which way to be studied, or in which way he should proceed the research work to attain the objective of the research study. ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എന്താണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, ഈ സ്റ്റഡിയിലൂടെ ഞാൻ എന്ത് പർപ്പസാണ്, എന്ത് ഒബ്ജക്റ്റീവാണ് അറ്റൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം, അതിൽ നിന്ന് ആ അറ്റൈൻമെൻറ്റ്, അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എങ്ങനെ കിട്ടാനായിട്ട് കഴിയും, അതിനെക്കുറിച്ചായിരിക്കണം റിസർച്ചർ ശ്രദ്ധിക്കേണ്ടത്. സോ ഹി ഹാസ് ടു മേക്ക് എ പ്ലാൻ ഓഫ് ആക്ഷൻ ബിഫോർ കണ്ടക്ടിങ് ദ റിസർച്ച്. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. ദിസ് പ്ലാൻ ഓഫ് സ്റ്റഡി ഈസ് കോൾഡ് റിസർച്ച് ഡിസൈൻ. ഈ സ്റ്റഡിയുടെ പ്ലാനിനെയാണ് നമ്മൾ പറയുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിരിക്കും പ്ലാൻ ചെയ്യുക, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ബിൽഡിംഗ് എങ്ങനെയുള്ളതായിരിക്കണം, അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, അതിന് വരുന്ന മെറ്റീരിയൽസുകൾ എന്തൊക്കെ വരണം, എങ്ങനെയായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡല് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ, ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പാണ് പ്ലാന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ബിസിനസ് റിസർച്ച് ഡിസൈൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി സക്സസ് ഓഫ് ദ റിസർച്ച്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതാണ്, ദ സക്സസ് ഓഫ് എനി ബിസിനസ് റിസർച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി സക്സസ് ഓഫ് research. Without the research design, the research will be futile or waste in time. അതായത് നമുക്കൊരു റിസർച്ചിൻ്റെ ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താണോ സ്റ്റഡി ചെയ്യുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്, അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല. സോ റിസർച്ച് ഡിസൈൻ വിൽ എനേബിൾ ദ റിസർച്ചർ ടു സേവ് ദ ടൈം ആൻഡ് റിസോഴ്സസ്. സോ ദ റിസർച്ച് ഡിസൈൻ ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് സീരീസ് ഓഫ് all operation in connecting with the research. The researcher intends to obtain his objective under the study. എന്താ പറഞ്ഞത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിസർച്ചർ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഒബ്ജക്റ്റീവിലേക്കാണോ അയാൾ ഉദ്ദേശിക്കുന്നത്, എന്ത് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനാണോ അയാൾ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ആക്ടിവിറ്റീസുകൾ അയാൾ ചെയ്യണം, എന്തെല്ലാം സ്റ്റെപ്പിലൂടെ അയാൾ ഈ വർക്കുകൾ പ്രൊസീഡ് ചെയ്യണം, ആ സ്റ്റെപ്പുകളുടെ എല്ലാം ഒരു കോംപ്രിഹെൻസീവ് പ്ലാനിനെ പറയുന്ന പേരാണ് റിസർച്ച് ഡിസൈൻ. So research design is a blueprint of the study. ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് ആണ്. ദ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ആകണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ, അതായത് ഡിസൈൻ ഇൻ അഡ്വാൻസ് ആണ്. നമ്മളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനിപ്പോഴേ എന്ത് ചെയ്തിട്ടുണ്ട്, വെൽ പ്ലാനിങ്ങോടുകൂടെ ഡിസൈൻ ചെയ്യുന്നതാണ്. സോ റിസർച്ച് ഡിസൈൻ ഈസ് എ plan, is a strategy, is a outline, is a plan of action, then it is a guide, it is a framework of the study, what the researcher intends to obtain or intends to accomplish the objective of the research study. അതായത് റിസർച്ച് സ്റ്റഡിയിൽ എന്താണോ സ്റ്റഡി ചെയ്യുന്നത്, എങ്ങനെയാണോ അയാൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലാണോ നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്താനായിട്ട് കഴിയുക, അതിനെക്കുറിച്ചെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ്, അല്ലെങ്കിൽ ആ സ്റ്റഡിയെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈനാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ. സോ ദ റിസർച്ചർ ഷുഡ് പ്രിപ്പയർ വെൽ ഡിസൈൻഡ് പ്ലാൻ ഓർ ഡിസൈൻ ഇൻ അഡ്വാൻസ് ഫോർ ഓൾ റിസർച്ച് ഓപ്പറേഷൻ. ഏത് ടൈപ്പുള്ള റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആവാം, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആവാം, അനലിറ്റിക്കൽ ഒരു എക്സ്പെരിമെൻ്റൽ
തരത്തിലുള്ള റിസർച്ച് ആവാം. ഏത് റിസർച്ച് ചെയ്യുമ്പോഴും അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള പ്ലാൻ, ഒരു വെൽ ഡിസൈൻ റിസർച്ച് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ റിസർച്ച് കൊണ്ട് എന്താവുള്ളൂ, ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. സോ ദ റിസർച്ച് ഡിസൈൻ വിൽ ഫെസിലിറ്റേറ്റ് ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ റിസർച്ച് ആക്ടിവിറ്റി. ഒരു റിസർച്ച് ചെയ്യുന്നതിൻ്റെ ആ സ്മൂത്ത് വർക്കിംഗ്, അതെന്താ സ്മൂത്ത് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ സ്റ്റേജസ് ഓഫ് റിസർച്ച്, ബിസിനസ് റിസർച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിസർച്ചോ ആവട്ടെ, എന്തെല്ലാം സ്റ്റെപ്പുകളിലൂടെ കടന്നു വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫൈനലൈസേഷനിലെത്തുക. അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് വരെയുള്ള ഓരോ പ്രോസസ്സുകളും നമ്മൾ നന്നായി പഠിച്ചു വന്നവരാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ചോയ്സ് ഓഫ് റിസർച്ച് ഏരിയ, റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, ഡാറ്റ കളക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, ഇങ്ങനെ പറയുന്ന കുറേ സ്റ്റെപ്സുകളിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒരു സീക്വൻഷ്യൽ പ്ലാൻ ഓഫ് ആക്ടിവിറ്റീസുകളാണ്. എന്തിനെക്കുറിച്ച്? ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ്. അവിടെയും ഇവിടെയും വെച്ചുകൊണ്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ബിഗിനിങ് മുതൽ എൻഡിങ് വരെ ആ സ്റ്റെപ്പുകൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ചതായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് ഒരു റിസർച്ചർ മുൻകൂട്ടി എന്ത് ചെയ്യണം? ഒരു ഡിസൈനിങ് ചെയ്യണം, ഒരു പ്ലാൻ ചെയ്യണം, ഒരു ഗൈഡിങ് ഉണ്ടായിരിക്കണം. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ അയാളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസർച്ച് ചെയ്തതിൻ്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, അതിനൊരു റിലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ജനറലൈസേഷനിൽ എത്താനായിട്ട് കഴിയും. നല്ലൊരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു കണ്ടീഷനായിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റിസർച്ച് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻഡിങ്സ് വാലിഡ് ആയിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും. ദെൻ നമ്മുടെ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കബിലിറ്റി അല്ലെങ്കിൽ അപ്ലിക്കബിലിറ്റി ഉള്ളതായിരിക്കും, റിലയബിൾ ആയിരിക്കും. നമുക്കൊരു പുതിയൊരു കൺസെപ്റ്റിനെ, പുതിയൊരു ഐഡിയയെ ഒരു ജനറലൈസേഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഫോർമുലേഷൻ ഓർ ജനറലൈസേഷൻ ഓഫ് എ ന്യൂ തീം, ന്യൂ ഐഡിയ ഓർ ന്യൂ കൺസെപ്റ്റ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനറലൈസേഷനിലെത്താനായി അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താനായി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് റിസർച്ചറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ആ റിസർച്ച് നാം മുൻകൂട്ടി ഡിസൈനിങ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആ സ്റ്റെപ്പുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം. ഒരു പ്രോബ്ലത്തിനെ അയാൾ സെലക്ട് ചെയ്യണം, അതിനാവശ്യമുള്ള ക്വസ്റ്റ്യൻസുകൾ ഫോർമുലേറ്റ് ചെയ്യണം, പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം, ഡാറ്റ എങ്ങനെ ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾ മനസ്സിലാകണം, ആരിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യണം, ഏത് സാമ്പിൾസുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആകുന്നത്, ഈ ഡാറ്റകൾ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യണം, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയായിരിക്കണം, ആ റിസൾട്ടിന് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയണം, ഈ പറയുന്ന ഫുൾ ഇൻഫോർമേഷൻസുകൾ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ള ഈ റിസർച്ച് ഡിസൈനിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ഡിസൈനിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് എന്താ റിസർച്ച് ഡിസൈൻ എന്ന് നമുക്ക് മനസ്സിലായി. റിസർച്ച് ഡിസൈൻ ഈസ് എൻ കോംപ്രിഹെൻസീവ് ഓഫ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ദാറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സ്റ്റഡി ദാറ്റ് ദ റിസർച്ചർ ഇൻറ്റൻസ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസർച്ച് ആക്ടിവിറ്റി ഓർ റിസർച്ച് സ്റ്റഡി. റിസർച്ച് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് ആളെടുക്കുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ. സോ റിസർച്ച് ഡിസൈൻ ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് act as an guide. It is a blueprint. It is a strategy or a outline or ഫ്രെയിംവർക്ക് ഓഫ് ദി സ്റ്റഡി. ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുന്നുണ്ട്, മില്ലറുടെ ഡെഫിനിഷനാണ്, ഏറ്റവും ചെറിയ ഡെഫിനിഷനാണ് ഇവിടെ ബോർഡിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദി എൻറ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് റിസർച്ച് സ്റ്റഡി.
ഒരു റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ടോ ആ സ്റ്റെപ്പുകളൊക്കെ എല്ലാം ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള മാനറിൽ പ്ലാൻ ചെയ്യുന്നതാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യൻസുകൾക്കും ആൻസറാണ് കിട്ടുന്നത്. ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ മുൻകൂട്ടി അത് വെൽ ഇൻ അഡ്വാൻസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ കിട്ടുകയാണ്. എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സ്റ്റഡി എബൌട്ട്? നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? നമുക്കതിന് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റ, ടൈപ്പ് ഓഫ് ഡാറ്റ കളക്റ്റഡ്, ഏത് ടൈപ്പിലുള്ള ഡാറ്റകളാണ് കളക്ട് ചെയ്ത്, വെർ ഡിഡ് ദ ഡാറ്റ ഈസ് കളക്റ്റഡ്? നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റയെക്കുറിച്ച് അറിയാം, പക്ഷെ അത് എവിടെ നിന്നാണ് അവൈലബിൾ ആകാൻ നമുക്കറിയില്ല. ആരിൽ നിന്നാണ് നമുക്ക് ആ ഡാറ്റ കിട്ടുന്നതെന്ന് അറിയില്ല. ആരിൽ നിന്നാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്, എത്ര പേരിൽ നിന്ന് നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ഹൗ മെനി സാമ്പിൾസ് ആർ സെലക്റ്റഡ്? ഇനി ആ ഹൗ മെനി സാമ്പിൾസിന് സെലക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് ആ സാമ്പിൾസുകളെ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മെത്തേഡും ടെക്നിക്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ എങ്ങനെയാണ് ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നത്? ഹൗ ഈസ് ഡാറ്റ ഈസ് അനലൈസ്ഡ്? ഇനി അനലൈസ് ചെയ്യാൻ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പല മെത്തേഡുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്കതിനെ എങ്ങനെയാണ് ഒരു റിസൾട്ടായിട്ട് പബ്ലിഷ് ചെയ്യുക, ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക? ഇപ്പോൾ ബിസിനസ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസർച്ചിൻ്റെ റിസൾട്ട്, ഫൈൻഡിങ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിനാണ്. ആ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു എയ്ഡാണ് ബിസിനസ് റിസർച്ച്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടെ അല്ലെങ്കിൽ ഒരു എയ്ഡും കൂടെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ബിസിനസ് റിസർച്ചിന് ഈ റിസൾട്ട് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താനായിട്ട് പറ്റുമോ? ഒരു നല്ല റേഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടത്, ആ റിസൾട്ടിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്? അപ്പം ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് ആൻസറബിൾ ആകുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട്, റിസർച്ച് ഡിസൈൻ ഈസ് എ prepared in a systematic manner. It is a plan of action. It is a guide for collecting data and analyzing the data. A well prepared or well designed research plan is to be prepared before the study is conducted. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിരിക്കണം പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എസെൻഷ്യലാണ്. റിസർച്ചിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ്റെ മുകളിലാണ്. ഒരു പ്രിപ്പയർ ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിസർച്ചറുടെ ടൈം വേസ്റ്റാണ്, റിസോഴ്സുകൾ വേസ്റ്റാണ്. നമുക്കറിയാം ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ദി പ്രോബ്ലം. ഇറ്റ് ഹെൽപ്സ് ടു ടേക്കിംഗ് ദ ഡിസിഷൻ for to answer the question. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ ഏരിയകളിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ചിനെ നമുക്കൊരു വെറുതെ ഫണ്ണി ആയിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നത്. ഒരുപാട് ടൈം, അതുപോലെ തന്നെ റിസർച്ചറുടെ ഇഫേർട്ട്, അതിനാവശ്യമായിട്ടുള്ള കോസ്റ്റ്, അങ്ങനെ പറയുന്ന പല റിസോഴ്സുകളും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് ഒരു ഒബ്ജക്റ്റീവ്സുകൾ അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയണം. സോ റിസർച്ച് ഡിസൈൻ ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ദി സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ദ റിസർച്ച് ആക്ടിവിറ്റി to attain the objective of the research work. But research design is a plan or plan of action or strategy or a outline or a framework or a guide or a blueprint of the study to attain the objective of the research topic. Then let's discuss the features of research design. What are the features of research design? നമ്മൾ പഠിച്ചു research design is a plan or action plan or outline of study of the research activity to accomplish the objective of the research topic or problem or investigation. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സുകളും അതിൻ്റെ ഫീച്ചേഴ്സുകളായിട്ട് വരും. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള സെൻറ്റൻസുകളായതുകൊണ്ട് ബോർഡിൽ കൃത്യമായിട്ട് എഴുതുന്നില്ല.
ഈ പറഞ്ഞ പോയിന്റുകളെ തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലനേഷനോട് കൂടെ പറയുന്നതാണ് ഫീച്ചേഴ്സ്. അപ്പം ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പോയിന്റ്സുകളുടെ കുറച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓരോ ഫീച്ചറിലും വരും. നമ്പർ 1, റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ്സ് എ glue that holds the research project together. That is, the research design is the firm foundation of investigating or research study. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് റിസർച്ച് സ്റ്റഡിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫേം ഫൗണ്ടേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ. ഞാൻ നേരത്തെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മുൻപേ പ്ലാൻ തയ്യാറാക്കണം. ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ചെയ്യേണ്ടത് മുൻപാണ്. അതുപോലെ തന്നെ ഏത് റിസർച്ച് സ്റ്റഡിയുടെയും പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഫേം ഫൗണ്ടേഷൻ മുമ്പ് കൃത്യമായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഘടകമാണ് റിസർച്ച് ഡിസൈൻ. അതായത് നമ്മൾ ചെയ്തതിന് ശേഷമല്ല, ചിലപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് വേരിയേഷൻസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചില പ്ലാൻസുകളിലൊക്കെ മാറ്റം വരുത്താം. പക്ഷേ പ്ലാൻസ് മുൻപേ എന്ത് ചെയ്തിരിക്കണം? ഒരു തരത്തിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. അങ്ങനെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് പറഞ്ഞ ടൈമിനുള്ളിൽ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവിനാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ആ പർപ്പസ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്പർ 1 ഫീച്ചർ, ഇറ്റ് ഈസ് ദി ഫേം ഫൗണ്ടേഷൻ ഓഫ് ദ റിസർച്ച് സ്റ്റഡി. നമ്പർ 2, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ, ഇറ്റ് ഈസ് എ ഗൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. നമ്മൾ എന്ത് ഡാറ്റകളാണ് കളക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസലാണ്. അപ്പോൾ പെർഫോമൻസിനെ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ആ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്? അവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണോ, ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ എംപ്ലോയീസ് ചെയ്യുന്ന ആ ജോലിയെ നമ്മൾ ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒബ്സർവ് ചെയ്തിട്ടാണോ? എങ്ങനെ നമ്മൾ ആ ഡാറ്റകളെ കളക്ട് ചെയ്യണം? ഇനി കിട്ടിക്കഴിഞ്ഞ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? അതിനൊരു റിസൾട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര പെർസെൻറ്റേജ് അവർ പെർഫോമൻസ് ഹൈ ആണ്, ലോ പെർഫോമൻസ് ഉള്ള ആളുകൾ ഇത്രയാണെന്നൊക്കെ നമ്മൾ എങ്ങനെ അതിനെ മെഷർ ചെയ്യും? അപ്പം അതിനുള്ള ഒരു ഗൈഡിങ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്പർ 3, ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ടു ബി അണ്ടർടേക്കൺ വിത്ത് ദ ഇൻസെപ്ഷൻ ഓഫ് ദ റിസർച്ച് ടു ദി പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട്. അതായത് റിസർച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഒരൊറ്റ പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പുകളെല്ലാം ഒരു കുടക്കീഴിൽ പറയുന്നതാണ് ഈ റിസർച്ച് ഡിസൈൻ. സോ ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കോളേജ് ഡേ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഷെഡ്യൂൾ തയ്യാറാക്കും, പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കും, ആരൊക്കെ എങ്ങനെയൊക്കെ. നമ്മൾ രാവിലെ മുതൽ ഇനോഗ്രേഷൻ സെഷൻ മുതൽ ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സിൻ്റെ സെറിമണി വരെ എങ്ങനെയായിരിക്കും ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ മുതൽ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ആ പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. അതുകൊണ്ട് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഓഫ് ദ സ്റ്റഡി. നമ്മുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള, അതായത് ആ കംപ്ലീറ്റ് റിസൾട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും എല്ലാ പ്രോസസ്സുകളും എന്തൊക്കെ പ്രൊസീഡിങ്സുകൾ റിസർച്ചർ ചെയ്യണം അതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ തയ്യാറാക്കുന്നതാണ് റിസർച്ച് ഡിസൈൻ. അപ്പം നമ്പർ 3, ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ ഔട്ട്ലൈൻ ആൻഡ് സ്കീം ഓഫ് ഓപ്പറേഷൻ ഓഫ് വേരിയബിൾ. നമുക്കിപ്പോൾ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഡാറ്റകളൊക്കെ ഏത് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകളാണോ എന്നറിയണം. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ എടുത്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താവുന്ന, അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താവുന്ന രീതിയിലായിരിക്കണം ഡാറ്റകൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ മെത്തേഡ്, എങ്ങനെയായിരിക്കണം സ്കീംസ്
പ്രോസസ്സുകൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഓപ്പറേഷൻസുകൾ എങ്ങനെയായിരിക്കണം, ഇതിനുള്ളൊരു ഔട്ട്ലൈൻ, ഒരു ശരിയായിട്ടുള്ളൊരു രൂപരേഖ നമുക്ക് കിട്ടുന്നതാണ് റിസർച്ച് ഡിസൈൻ. അതായത് നമ്മുടെ റിസർച്ചിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പുള്ള റിസർച്ച് സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ് പോലെ ഇരിക്കും. അപ്പം നമ്മുടെ റിസർച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് പറഞ്ഞപ്പോൾ ഡിസ്ക്രിപ്റ്റീവ്, എന്താ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ നമ്മൾ വെൽ ഡിഫൈൻ ചെയ്യുകയാണ്. ഒരു എക്സ്പാൻഷൻ ഓഫ് നോളജാണ്. ഒരു പുതിയതായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കണ്ടെത്താനായിട്ട് ഒരു നോളജിൽ നിന്ന് പുതിയത് കണ്ടുപിടിക്കാം. പക്ഷെ ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ടു ദി പ്രോബ്ലം ആകുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള റിസർച്ചാണോ കണ്ടക്ട് ചെയ്യുന്നത്, അതേസമയം ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് പകരം ഒരു അപ്ലൈഡ് റിസർച്ചാണ് ചെയ്തത്. അപ്ലൈഡ് റിസർച്ച് എപ്പോഴും പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്, നീഡ് ബേസ്ഡ് ആണ്. നമുക്കിപ്പോൾ എറൈസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് അപ്ലൈഡ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്യാനും അത് കളക്ട് ചെയ്യാനും അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാനും റിസർച്ചർക്ക് കഴിയണം. അതാണ് റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർച്ച് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഔട്ട്ലൈനും കറക്റ്റായിരിക്കണം, ഒരു വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് റിസർച്ച് ഡിസൈൻ ഈസ് എൻ ഔട്ട്ലൈൻ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വിച്ച് ഇൻക്ലൂഡ്സ് ദ മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ടു കളക്ട് ആൻഡ് അനലൈസ് ദ ഡാറ്റ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടാക്ടിക്സുകളാണ് അല്ലേ. ഇപ്പം നമുക്ക് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് ഒരുപാട് ആൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പെർഫോമൻസ് അപ്രൈസൽ ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ അവർ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരിൽ നിന്ന് ഡാറ്റ പ്രൈമറി ഞാൻ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻഡെപ്ത് ആയിട്ട് അവരോടൊരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പെർഫോമൻസിനെ മനസ്സിലാകാനായിട്ട് കഴിയും. പക്ഷേ എന്ത് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഇൻഡെപ്ത് നോളജ് എനിക്ക് കിട്ടാനും ആ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലംസുകൾ എറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മുടെ റിസർച്ച് ഹെൽപ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്യൂട്ടബിൾ സ്ട്രാറ്റജി, ഒരു ടാക്ടിക്സാണ് നമ്മൾ റിസർച്ചിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന റിസർച്ച് ഡിസൈൻ. സോ റിസർച്ച് ഡിസൈൻ ആക്ട് ആസ് എൻ സ്ട്രാറ്റജി ഫോർ മെത്തേഡ് ഓഫ് ദി റിസർച്ച് ആക്ടിവിറ്റി. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദി കോംപ്രഹെൻസീവ് എസ്റ്റിമേറ്റ് ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ റിസർച്ച് പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അതായത് അതിൻ്റെ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോടുകൂടെ റെലവൻ്റ് ഡാറ്റകൾ, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം സമയമെടുക്കും. ആ സമയത്തിന് കൃത്യമായ സമയത്തിൽ ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലൊരു പ്രശ്നം ഉള്ള സമയത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് ചെയ്യേണ്ടതായിട്ടുള്ള റിസർച്ച് ഡിസൈൻ വളരെ കൃത്യമായിട്ടായിരിക്കണം. അതൊരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് റിസർച്ചർക്ക് കഴിയണം. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ടൈം, അതുപോലെ തന്നെ റിസർച്ചിന് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റ് റിസോഴ്സുകൾ, മണി, ഇതെല്ലാം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലേ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനെല്ലാം എത്ര ആകും എന്നുള്ളതും അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ടും അതിനെ സേവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്നതാണ് റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ടു ബി കളക്റ്റഡ് ആൻഡ് ദയർ സോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിസർച്ച് ഡിസൈൻ ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. അപ്പോൾ കളക്ട് ചെയ്യാനുള്ള, അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, ഒരു ഗൈഡാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്? കളക്ട് ചെയ്യാൻ പല മെത്തേഡുകളും ഉണ്ട് അല്ലേ. കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകളിൽ ഡാറ്റ കളക്ഷൻ്റെ ചില ടെക്നിക്സുകളാണ് നമ്മൾ പറയുന്നത്. ഈ ഒബ്സർവേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെയോ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്തുകൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ
ഐഡിയകൾ. അപ്പോൾ എങ്ങനെ കളക്ട് ചെയ്യണം, ഇനി എത്ര പേരിൽ നിന്ന് കളക്ട് ചെയ്യണം എന്ന് പറയുന്നൊരു ഐഡിയ റിസർച്ചർക്ക് ലഭിക്കും. നെക്സ്റ്റ് വന്ന് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്രെയിം വർക്ക് ഫോർ എക്സ്പ്രസിങ് കോസൽ കണക്ഷൻ വിത്ത് ദ വേരിയബിൾസ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയണം. അതായത് നമ്മൾ എംപ്ലോയി പെർഫോമൻസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഹൈ ആണോ ലോ ആണോ, ലോ ആണെങ്കിൽ അതിൻ്റെ റീസൺസുകൾ എന്തൊക്കെയാണ്, ലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം സജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റഡിയുടെ റിലേഷൻഷിപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം റിസർച്ച്. അതായത് ആ റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസറബിൾ ആകുന്നതാണ് റിസർച്ച് ഡിസൈൻ. അത് എന്തിന് പഠിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ റിസർച്ച് പ്രൊസീഡ് ചെയ്യേണ്ടത്, എവിടുന്ന് പ്രൊസീഡ് ചെയ്യണം, ഏത് ഏരിയകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് മെത്തേഡിലൂടെ കളക്ട് ചെയ്യണം, അതൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിനെക്കുറിച്ച് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസുകളും 1 by 1 ആയിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ് റിസർച്ച് ഡിസൈൻ. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ഫ്രെയിം വർക്ക്. ലാസ്റ്റ് വൺ പറയുന്നത് ദ റിസർച്ച് ഡിസൈൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ പ്രോബ്ലം, ഇറ്റ്സ് നേച്ചർ ആൻഡ് ദി ഡാറ്റ. അതായത് ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പുള്ള സ്റ്റഡീസുകളും കണ്ടക്ട് ചെയ്യാം. ഏത് സ്റ്റഡി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പർപ്പസ് പോലെ ഇരിക്കും. എന്ത് ഒബ്ജക്റ്റീവാണ് നമുക്ക് അറ്റൈൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസർച്ച് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കണ്ടക്ട് ചെയ്യും. നമുക്കറിയില്ല അവിടെ എന്തെങ്കിലും ഇപ്പോൾ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയുന്നതിൻ്റെ കാര്യം നമുക്കറിയില്ല, അൺനോൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഡിമാൻഡ് ഡീക്ലൈൻ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് റിസർച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറാണ്, നമുക്ക് പല കാര്യങ്ങളും അറിയാം, കുറേയും കൂടെ അതിനെ ഒരു നോളജിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യണം. നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേമാണ്, പക്ഷേ പ്രൊഡക്ടിവിറ്റി എപ്പോഴും എഫിഷ്യൻസി ഡീക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് ബന്ധപ്പെടുത്തി അതിനൊരു റിയൽ സൊല്യൂഷനിലെത്താനായിട്ട് പറ്റണം. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ അഭാവമാണോ, അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആയതുകൊണ്ടാണോ, എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫിഷ്യൻസി കുറയുന്നതിൻ്റെ കാരണം, അപ്പോൾ അതിൻ്റെ കോസും ഇഫക്റ്റും തമ്മിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണെങ്കിൽ ഒരു അനലിറ്റിക്കൽ റിസർച്ചുകളാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് എന്താണോ, നേച്ചർ ഓഫ് സ്റ്റഡി എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്യണം. ദ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി പ്രോബ്ലം, ദ നേച്ചർ ആൻഡ് ദി ഡാറ്റ. ഇത്രയാണ് റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സ്. ദ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീഡ് ഓഫ് ദ റിസർച്ച് ഡിസൈൻ. എന്തിനു വേണ്ടിയാണ് റിസർച്ച് ഡിസൈൻ കണ്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ റിസർച്ച് തന്നെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്. ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് റിസർച്ചർ ശ്രമിക്കുമ്പോൾ റിസർച്ച് ഡിസൈനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. സോ researcher should prepare the research design in advanced manner or in professional manner before the study. ഒരു തമാശയായിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്യൂട്ടൈൽ സമയം വേസ്റ്റ് ചെയ്യാനായിക്കൊണ്ടോ ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല റിസർച്ച് എന്ന് പറയുമ്പോൾ. ആ റിസർച്ചിന് ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അതിന് വലിയൊരു ഇമ്പോർട്ടൻസും ഉണ്ട്. ഒരു റിസർച്ച് വർക്കിനെ സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം സൊല്യൂഷൻ എത്രമാത്രം ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഫേമിന് കഴിയും, ആ രീതിയിൽ ഒരു റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസർച്ചിൻ്റെ സക്സസ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് റിസർച്ച് ഡിസൈൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ മെയിൻ റോള് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്പർ 1, ഇറ്റ് പ്രൊവൈഡ്സ് ദ റിസർച്ചർ വിത്ത് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ സ്റ്റഡിങ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ
റിസർച്ച് ഡിസൈനിൽ ഒരുപാട് കമ്പോണൻസുകളുണ്ട്. അതിലൊരു കമ്പോണൻ്റാണ്, ഒരു പ്രോസസ്സാണ്, ഒരു കണ്ടൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, റിസർച്ച് സ്റ്റെപ്പിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പ്രോബ്ലം ഡെഫിനിഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ റിസർച്ചർ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ട ഒരു ആക്റ്റാണ് ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം. എന്താണ് സ്റ്റഡി ചെയ്യുന്നത്, എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ് റിസർച്ചർ ശ്രമിക്കുന്നത്, അപ്പം അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എന്തിനെക്കുറിച്ച് പഠിക്കുന്നു, ഏതിൽ നിന്നാണ്, എന്താ പർപ്പസിന് വേണ്ടിയാണോ സ്റ്റഡി ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ ആർക്ക് വേണം, റിസർച്ചർക്ക് ഉണ്ടാകണം. ആ ക്ലിയർ കട്ട് ഐഡിയ ആദ്യമേ പ്ലാൻ ചെയ്യണം. അതുകൊണ്ട് റിസർച്ച് ഡിസൈൻ ഈസ് ഹെൽപ്ഫുൾ ടു ദി റിസർച്ചർ ഫോർ സ്റ്റഡിങ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് വെൽ പെർഫോംഡ് ആണോ ലോ പെർഫോംഡ് ആണോ, ഇത് നമുക്ക് അറിയണം. എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ 100ഓളം എംപ്ലോയീസ് ഉള്ള ഫേമിൽ നന്നായി പെർഫോം ചെയ്യുന്നവരുണ്ടോ, തീരെ പെർഫോമൻസ് ഇല്ലാത്തവരുണ്ടോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കൂടുതൽ പെർഫോമൻസ് ഉള്ളത്, പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ടോ, ഏത് മെത്തേഡിലൂടെയാണ് പെർഫോമൻസിനെ അപ്രൈസൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകളെ ആൻസറബിൾ ആക്കാൻ ആർക്ക് കഴിയണം, റിസർച്ചർ കഴിയണം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ്, ഏതിനൊക്കെ കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ്, ഏതെല്ലാം വേരിയബിൾസുകളെ മെഷർ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ക്വസ്റ്റ്യൻസുകൾക്കെല്ലാം ആൻസർ കിട്ടുക. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം ആൻസർ കിട്ടിയെങ്കിലാണ് നമുക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ലോ ആകാനുള്ള കാരണവും അതിനെ ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സുകളും സജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബ്ലൂ പ്രിൻ്റാണ്. ഒരു റിസർച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ തരുന്നതാണ് റിസർച്ച് ഡിസൈൻ. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ റിസർച്ചർ ആസ് എ ബ്ലൂ പ്രിൻ്റ് ഫോർ studying the research question. Next, it enables the researcher to channelize his energies in a specific direction. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡയറക്ഷനിലേക്ക് പോകാനായിട്ട് കഴിയണം. നമ്മൾ എംപ്ലോയി പെർഫോമൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് എംപ്ലോയീസിൻ്റെ ഗ്രീവൻസിലേക്കല്ല എത്താനായിട്ട് ശ്രമിക്കുന്നത്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കി, ലോ ആണെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സുകൾ എടുക്കണം, ഹൈ ആകാനുള്ള സജഷൻസുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണം. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് കഴിയണം. അതിൻ്റെ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ആ റൂട്ട് കോസ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ഗൈഡ് ലൈൻസുകൾ ഫേമിന് സജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയണം. അപ്പോൾ ഒരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക് ഒരു ചാനലൈസ് ചെയ്തുകൊണ്ട് റിസർച്ചറിനെ ആ ഒരു ഫൈൻഡിങ്സിലേക്ക്, ആ റിസർച്ച് ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ മുൻകൂട്ടി ഉണ്ടാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ദ റിസർച്ച് ഡിസൈൻ. സോ റിസർച്ച് ഡിസൈൻ ഹെൽപ്സ് ദ റിസർച്ചർ to attain the objective without the improper direction. അനാവശ്യമായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളോ അൺനെസസറി ആയിട്ടുള്ള ഡയറക്ഷനിലൂടെ പോകാതെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ടോപ്പിക്കിൻ്റെ റിസൾട്ടിലേക്ക് എത്താനായിട്ടുള്ള, നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള വേരിയബിൾസുകളും ഡാറ്റകളും എങ്ങനെ കളക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആശയം അയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് റിസർച്ച് ഡിസൈൻ ചെയ്യണം. Next, it enables the investigator to anticipate potential problem in the implementation of the study. ഇപ്പോൾ റിസർച്ച് ഡിസൈനിൽ ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് സീരീസ് ആണ്. ഒരു 10-17 സ്റ്റെപ്സുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു അതിൻ്റെ കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാനുകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റേജിലും ഉണ്ടാകാവുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം
ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ അറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ ഇവരിൽ നിന്ന് കിട്ടാൻ കഴിയില്ല, അല്ലെങ്കിൽ കിട്ടിയ ഡാറ്റകൾ തന്നെ ശരിയായിട്ടുള്ള റെസ്പോൺസ് ഇല്ല. ഇപ്പോൾ എംപ്ലോയീസിനോട് ചോദിച്ചു കഴിഞ്ഞാലും എംപ്ലോയീസ് ചിലപ്പോൾ റെസ്പോണ്ട് ഇല്ലാത്ത എംപ്ലോയീസ് ഉണ്ടായിരിക്കാം, അവർക്ക് മടി ഉണ്ടായിരിക്കാം, നമ്മൾ ചോദിച്ച കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനായിട്ടുള്ള മടി കാണാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതായിട്ടുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ സ്റ്റഡി പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസുകളെ നമുക്ക് മുൻകൂട്ടി ഒരു പരിധി വരെ മനസ്സിലാകാനായിട്ട് റിസർച്ചർക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ് റിസർച്ച് ഡിസൈൻ. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരും. ഓരോ സ്റ്റേജിലും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, റിസോഴ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് മുന്നേ മനസ്സിലാകാനായിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സ്റ്റെപ്പുകളിൽ ഉണ്ടാകാൻ സാധ്യത വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നേ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ ഒരു ആൻറ്റിസിപ്പേഷൻ, അതല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു ഇൻസൈറ്റ് റിസർച്ചർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് അസിസ്റ്റ് ദ റിസർച്ചർ ഇൻ പ്രൊവൈഡിങ് ആൻസർ ടു വേരിയസ് റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നല്ലൊരു റിസർച്ച് ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, വാലിഡിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസുകളും എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ആ ഒരു ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ഫേമിൻ്റെ പ്രൊഡക്റ്റ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു വന്നിരുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാണ്. അപ്പോൾ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ പെർഫോമൻസ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് കോസ് നമുക്ക് മനസ്സിലാകുമ്പോൾ മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള എംപ്ലോയീസിന് ഈ പ്രോബ്ലം ഈ ഫേമിൽ ഉണ്ടായിരുന്നു, ഏത് ടൈപ്പിലുള്ള എംപ്ലോയീസിനാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഫേം പ്രൊവൈഡ് ചെയ്യുന്നത്, എംപ്ലോയീസിനോടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റിമേഷൻ എത്രമാത്രം ഉണ്ട്, അവരുടെ വർക്കിലുണ്ടാകുന്ന ഒരു പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾക്ക് എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ആണോ ലോ ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ നന്നായി ജോലി ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാനുള്ള കാരണം ഡിസാറ്റിസ്ഫാക്ഷൻ ആണോ, ഒരുപാട് ഫാക്ടേഴ്സുകളെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസുകൾക്കും നമുക്ക് ആൻസറബിൾ ആവുന്നതാണ് ഈ റിസർച്ച്. അപ്പോൾ ആ റിസർച്ച് ക്വസ്റ്റ്യൻസുകളെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതിലാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡിയിലാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ്റെ ഒരു കണ്ടൻ്റ് ആണ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ റിസർച്ചർ ഇൻ പ്രൊവൈഡിങ് ദ ആൻസർ ടു വേരിയസ് കൈൻഡ്സ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് സ്റ്റോപ്സ് ദ റിസർച്ചർ ഫ്രം ഗോയിങ് ഓഫ് അൺനെസസറി ഡയറക്ഷൻ ആൻഡ് ടാൻജൻറ്റ്. നമുക്കറിയാം, ഒരു റിസർച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് പറഞ്ഞ ടൈമിനുള്ളിൽ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് നമുക്ക് അവൈലബിൾ ആകേണ്ടത് കൊണ്ട്, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ബിസിനസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് എത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ വേയിലൂടെ നമുക്ക് റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതാണ് റിസർച്ച് ഡിസൈൻ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ റിസർച്ച് ഡിസൈൻ ഹെൽപ്സ് ദ റിസർച്ചർ ടു സേവ് ടൈം, മണി ആൻഡ് എനർജി. അതായത് ടൈം, മണി, എനർജി ഇതെല്ലാം സേവ് ചെയ്യാനായിട്ട് റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യും. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഈസ് ദ എസെൻസ് ഓഫ് കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ലോയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസർച്ചിന് ചിലപ്പോൾ ഫേമിനകത്ത് തന്നെയുള്ള ടെക്നിക്കലായിട്ടുള്ള മാനേജീരിയൽ പ്രൊഫഷണൽ പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്, അതായത് മാർക്കറ്റ് അനലിസ്റ്റുകൾ, ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ, ഇവരൊക്കെ ആയിരിക്കും ഔട്ട്സോഴ്സിങ് പേഴ്സൺസുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. ഫേം അവരൊക്കെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ റിസർച്ചിൻ്റെ റിസൾട്ട് ഫേമിന് പ്രൊവൈഡ് ചെയ്യുകയാണ്, മാനേജ്മെൻറ്റിന് പ്രൊവൈഡ്
സ്ട്രാറ്റജിയാണ്. അത് ഇത്ര സമയത്തിനുള്ളിൽ അത് കിട്ടിയിരിക്കണം, എങ്കിലേ നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡിഫിക്കൽട്ടി ആ ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. എങ്കിലേ നമുക്കൊരു കറക്റ്റ് ഡിസിഷൻസിലേക്ക് മാനേജ്മെൻറ്റിന് എത്താനായിട്ട് കഴിയുള്ളൂ. മാനേജ്മെൻറ്റ് നല്ലൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന പല പ്ലാൻസുകളും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ റിസൾട്ടിൻ്റെ ബേസിലായിരിക്കും ഫേം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സമയത്തിനുള്ളിൽ കിട്ടണം. ഭയങ്കര കോസ്റ്റ്ലി ആവാനും പാടില്ല. അതായത് ചെറിയ ബിസിനസ് ഫേമുകൾക്കൊന്നും റിസർച്ച് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അഫോർഡബിൾ അല്ല. അപ്പോൾ ഒരുപാട് ടൈമും എനർജിയും അതുപോലെ തന്നെ മണിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. സോ റിസർച്ച് ഡിസൈൻ ഹെൽപ്സ് ദ റിസർച്ചർ ടു സേവ് ടൈം, മണി ആൻഡ് എനർജി. നെക്സ്റ്റ് പറയുന്നത് It helps the researcher to prepare and execute various activities related to the study systematically. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, it is a plan, it is a guide, it is a blueprint, it is a strategy എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. പ്ലാൻ ചെയ്തത് ഒന്ന്, ചെയ്ത് തീർക്കുന്നത് ഒന്നായി കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല, റിലയബിൾ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് വരാനായിട്ട് കഴിയില്ല. ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും, അതിൻ്റെ എക്സിക്യൂഷൻ ലെവലും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട് റിസർച്ച് ഡിസൈൻ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ. എന്തൊക്കെ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് ഏത് വേരിയബിൾസുകളൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത്, ആ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയറും ഹെൽപ്ഫുള്ളാണ് റിസർച്ച് ഡിസൈൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചറുടെ ഒരു സെൻസ് ഓഫ് സക്സസ് അല്ലെങ്കിൽ റിസർച്ചറുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതാണ് റിസർച്ച് ഡിസൈൻ. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും റിസർച്ചർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഫൈൻഡിങ്സിലേക്ക് എത്താം. ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഒബ്ജക്റ്റിവിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിലയബിലിറ്റി ഉണ്ട്, പ്രാക്ടിക്കബിലിറ്റി ഉണ്ട്, പുതിയൊരു കൺസെപ്റ്റാണ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിലേക്ക് റിസർച്ചർക്ക് എത്താം. ഒരു സെൻസ് ഓഫ് സക്സസ്സിലേക്ക് റിസർച്ചർക്ക് എത്താനായിട്ട് കഴിയും. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എപ്പോഴും ടൈം കീപ്പ് ചെയ്തുകൊണ്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് റിസർച്ച് ഡിസൈൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസർച്ച് എന്താവുള്ളൂ. ബിസിനസ് റിസർച്ച് ആവട്ടെ, ഏത് ടൈപ്പുള്ള, ഇപ്പോൾ ഒരു സോഷ്യൽ റിസർച്ച്, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ടുള്ള റിസർച്ചുകളാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ഇക്കോണമിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു അനാലിസിസുകളാണ്. അപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല, ഒരു മെഡിക്കൽ ഫീൽഡിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റഡി മെഡിക്കൽ റിസർച്ചായി മാറി. അപ്പോൾ ഏത് ആസ്പെക്റ്റിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴും ആ ഒരു റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അറ്റൈൻ ചെയ്യാനായിരിക്കണം റിസർച്ച് ഡിസൈൻ ഹെൽപ്ഫുൾ ആവേണ്ടത്. സോ ബിസിനസ് റിസർച്ച്, ദ സക്സസ് ഓഫ് ബിസിനസ് റിസർച്ച് depends upon a sound research design. So research design act as a is used as a framework or guide for collecting and analyzing the data. The researcher should always think about what is to be studied and in which way the study is to be proceeded to attain the objective of the study, to attain the objective of the topic or selected problem. ഇങ്ങനെ താൻ കഴിയാനായിട്ട് റിസർച്ചർ പ്രിപ്പയർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് ഈ പറയുന്ന റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസർച്ച് ഡിസൈൻ്റെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് റിസർച്ച് ഡിസൈൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇൻ ദ ബിസിനസ് റിസർച്ച്, ഇത്രയും ടോപ്പിക്കുകളാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുള്ളി വേസ്റ്റാണ്. എപ്പോഴും വേസ്റ്റ്
ടൈം വേസ്റ്റ് ചെയ്യാനോ കോസ്റ്റ് അല്ലെങ്കിൽ മണി വേസ്റ്റ് ചെയ്യാനോ അല്ല റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. റിസർച്ച് ഈസ് conducted for solving the problem. It is objective oriented and it is conducted for collecting correct information and to attain the generalization of a new concept. It is helpful, it should be helpful for taking the corrective decisions in a proper manner. That is, so the research should be helpful to the management. So business research is acting as a management aid or management tool for business activities. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആൻഡ് നീഡ് ഓഫ് ദി റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കണ്ടൻസ് ഓർ കമ്പോണൻസ് ഓഫ് ദി റിസർച്ച് ഡിസൈൻ. അപ്പോൾ അതിൽ നമ്മൾ റിസർച്ചിൻ്റെ സ്റ്റേജസ് പഠിച്ചതുപോലെ ഒരുപാട് സ്റ്റേജസുകളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഒരു വർക്കബിൾ ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്താ വർക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയണം, ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഒരിക്കലും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്ത പല മെറ്റീരിയൽസുകളാണ്, അതിനുള്ള ഇൻസ്ട്രുമെൻസുകളോ ടൂൾസുകളോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റഡിയുടെ പ്ലാനും വർക്കബിളായിരിക്കണം. നമുക്ക് ആ ഒരു കൺക്ലൂഷനിൽ എത്തിക്കാനായിട്ട് അതിനെ കഴിയണം. അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് വരെ എല്ലാ സീക്വൻഷ്യൽ സ്റ്റെപ്സുകളും വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇനി ഏതെങ്കിലും സ്റ്റെപ്സുകളിൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഓപ്ഷൻസുകളൊക്കെ വരികയാണ്. നമുക്ക് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റിനെയർ കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ഡയറക്റ്റായിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവൈലബിളായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു മെത്തേഡ് ഇൻ്റർവ്യൂ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ചില കേസുകളൊക്കെ ചില സിറ്റുവേഷൻസുകളിൽ ഓൾട്ടർനേറ്റീവ്സുകളൊക്കെ സംഭവിക്കാം. പക്ഷെ അത് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ റിജിഡ് ആവണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു പ്ലാൻ മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളതില്ല. നമുക്കത് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ് അത് പലതരത്തിലും നമ്മൾ ആ റിസർച്ച് പ്രൊസീഡ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകും. പക്ഷെ അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നൊരു പ്ലാൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് വെൽ പ്ലാനിങ് ആകാതിരിക്കാനും പാടില്ല. വെൽ ഡിസൈൻഡ് ആയിരിക്കണം. ഡിസൈൻ ഇൻ അഡ്വാൻസ് ഫോർ ഓൾ ഓപ്പറേഷൻ ഓഫ് ദി സ്റ്റഡി. നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും മുന്നേ ഈ റിസർച്ചിൻ്റെ പ്ലാൻസുകൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അത് റിസർച്ചറുടെ മൈൻഡിൽ നിന്നാണ് വരേണ്ടത്. എങ്ങനെയൊക്കെയാണത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രാക്ടിക്കൽ നോളജും നല്ലൊരു സ്കില്ലും ഈ ഒരു മേഖലയിൽ ട്രെയിനിങ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അവരാണ് റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് റിസർച്ച് സക്സസ് ആവുള്ളൂ. സോ ദ ബിസിനസ് റിസർച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ മേക്കിംഗ് ദ ഗുഡ് കണ്ടക്ട് ഓഫ് ദി റിസർച്ച് മേക്കിംഗ് ദ ഗുഡ് റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. ഇതോടുകൂടെ നമ്മൾ ഈ ക്ലാസ് ഇന്നിവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്പോണൻസ് ഓഫ് ദി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ്സിൽ ഈ ടോപ്പിക്കോടുകൂടെ നിർത്തുന്നു. ഓക്കെ, താങ്ക്സ്.